ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. വീഡിയോയിൽ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു കൊറോണയ്ക്ക് മുൻപും ശേഷവും വ്യാജ ലോൺ ആപ്പുകൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അടക്കി ഭരിച്ചിരുന്നു. ഒരുപാട് പേർക്ക് ഹരാസ്മെൻറ്റ്, ഞാനത് പറയേണ്ട കാര്യമില്ല, നമ്മുടെ ഈ ഒരു ചാനലിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാവുന്ന കാര്യമാണ്. വ്യാജ ലോൺ ആപ്പുകാർ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്, എല്ലാവർക്കും അറിയാം, കാണാപ്പാഠമാണ്. എന്നാലും ഇപ്പോഴും അറിയാതെ ഓരോ ആൾക്കാർ ചെന്ന് ചാടുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ആപ്പുകൾ ഇല്ലെന്ന് തന്നെ പറയാം. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് വ്യാജ ലോൺ ആപ്പുകാർ അറിയാമല്ലോ, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മളുടെ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി. ഒരു ഇൻകം പ്രൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നമ്മുടെ ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറും മാത്രം കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് അവർ നമ്മുടെ എല്ലാം ആക്സസ് ചെയ്യും. കോൺടാക്ട്സ്, SMS, ഗാലറി, മറ്റ് പെർമിഷൻസ് എല്ലാം ചോദിക്കും. ഇതാണ് അവരുടെ ആ ഒരു സിബിൽ എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ആക്സസ് ചെയ്യാമെന്നാണ് അവരുടെ പ്രൂഫ്. ഇപ്പോൾ ബാങ്കുകൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്ന പോലെ. നമ്മൾ ഈ ഒരു ലോൺ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ആക്സസ് ചെയ്ത ഈ കോൺടാക്ട്സിലേക്ക് അശ്ലീല ചിത്രങ്ങൾ അയച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തും. അത് നമ്മൾ പറയുന്ന രീതിയിലല്ല, ഭയങ്കരമായ ഹരാസ്മെൻ്റ് ആയിരിക്കാം. അത് നമ്മുടെ ചാനലും മറ്റ് ചാനലിലും ഇങ്ങനെ നിരന്തരം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഏറെക്കുറെ പേരെങ്കിലും അതിൽ അസ്വസ്ഥരല്ല. അവർക്ക് ആ ഒരു ഹരാസ്മെൻറ്റ് കുഴപ്പമില്ലാതെയായി. അത് കണ്ടാൽ തന്നെ അറിയാം. ഹരാസ്മെൻറ്റ് ഫോട്ടോസും കാര്യങ്ങളും എഡിറ്റിങ്ങും എല്ലാം കണ്ടാലും അറിയാം. അപ്പം ഈ ഹരാസ്മെൻറ്റ് ഇപ്പോഴും വരുന്നതുകൊണ്ട് ആരും പേടിക്കേണ്ട. ആർക്കെങ്കിലും വളരെ ഭീകരമായ ഹരാസ്മെൻറ്റ് വരികയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. അപ്പോൾ അതുപോട്ടെ, ഞാനിപ്പോൾ പറയാൻ വന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും വ്യാജ ലോൺ ആപ്പുകാർ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ RBIയുടെ നിർദ്ദേശപ്രകാരം, ഇപ്പോഴെന്നല്ല, മുമ്പ് കുറച്ച് ഒരു 3-4 മാസം മുമ്പ് RBIയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വ്യാജ ലോൺ ആപ്പുകളും അവർ എന്താ ചെയ്തത്, ബേൺ ചെയ്തു. ഇപ്പോൾ എല്ലാ വ്യാജ ലോൺ ആപ്പുകാരും നമ്മുടെ RBI ബേൺ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടെ ഇവർ പ്ലേ സ്റ്റോറിൽ തലവെക്കും. ഇപ്പോൾ അവർ കൂടുതലായിട്ടുമുള്ളത് ഇൻസ്റ്റ, അതുപോലെ തന്നെ FB, യൂട്യൂബ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളിലാണ്. അപ്പോൾ ഞാനെന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ് 2-3 വ്യാജ ലോൺ ആപ്പുകാർ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഞാൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഇവർ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ലോൺ കൊടുത്ത് വളരെ ഭയങ്കരമായ ഹരാസ്മെൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ആപ്പിന് ഞാൻ കണ്ടത് CC ക്രെഡിറ്റ് എന്ന ആപ്പാണ്. മുമ്പ് ഇവരുണ്ടായിരുന്നു ഈ ബൺ ചെയ്യുന്നതിന് മുമ്പേ. അതിനുശേഷം അവർ RBI റിമൂവ് ചെയ്തു. എന്നാൽ ഇപ്പോഴും അവർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതൊരു ഗാലക്സി, CC ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഗാലക്സിയാണ്. അതായത് നമ്മൾ പറയില്ലേ, നൈസായിട്ട് നുഴഞ്ഞു കയറി എന്ന് പറയുന്ന പോലെ പ്ലേ സ്റ്റോറിൽ നുഴഞ്ഞു കയറി ഇത്രയും ആപ്പുകൾ നിങ്ങൾ ശ്രദ്ധയിലോട്ടുള്ള സൂപ്പർ ബാങ്ക്, റിയൽ ക്യാഷ്, ഗുഡ് വാലറ്റ്, കോള ലോൺ, വി ക്യാഷ്, ഗോ മണി, മിസ് ക്യാഷ്, ലക്കി വാലറ്റ്, ഫ്യൂച്ചർ ലോൺ, F ക്യാഷ്, ഇത്രയും ആപ്പുകൾ വ്യാജനാണ്. ഒരു കാരണവശാലും ആരും ഇതിൻ്റെ 7 അയലത്ത് കൂടി പോകരുത്. ഹരാസ്മെൻ്റ് ഉണ്ടാകും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഓക്കെ, അപ്പോൾ ആൺകുട്ടികൾക്കൊന്നും കുഴപ്പമില്ല. ലോൺ എടുത്തിട്ട് അവർ ഹരാസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അവരെ അങ്ങോട്ട് ഹരാസ്മെൻറ്റ് ചെയ്യും. അത് വളരെ സന്തോഷമാണ്. നമ്മുടെയൊക്കെ ചാനൽ കണ്ടിട്ട് അങ്ങനെ ഒരു അവർക്കൊരു പവർ വന്നതിൽ വളരെ അഭിമാനമാണ്, സന്തോഷമാണ്. അത് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അതിലേറെ സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് ലോൺ കിട്ടും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അക്കൗണ്ടിൽ ഒരു സ്പീഡിന് പൈസ വരും. പിന്നെ അവരുടെ പ്രശ്നം നമുക്ക് അടയ്ക്കാം. എന്നാൽ അടച്ചാൽ അവരിങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായല്ലേ? കിട്ടിയില്ല, വന്നില്ല, സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അയച്ചു കൊടുത്താലും ഇല്ല, ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, വേറെ സ്റ്റേറ്റ്മെൻറ്റാണ്, വേറെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ഒരുമിച്ച് വരും. ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഏറ്റവും പ്രധാനമായി ഇങ്ങനെയുള്ള ആപ്പ് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ വേണ്ടിയല്ല. ഇത് CC ക്രെഡിറ്റ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. അതിൽ പോയി ലോൺ എടുത്ത് പെട്ടുപോകരുത്. കാരണം ഒരുപാട് പേര് മുമ്പൊക്കെ എൻ്റെ അടുത്ത് ആ സമയത്ത് വരുമ്പോൾ അവർ വളരെ രീതിയിൽ ആ ഒരു സൂയിസൈഡൽ ടെൻഡൻസി വരെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ ഇതിനെതിരെ നമ്മളൊരു നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാം കൂടെ ഇങ്ങനെ ലോൺ ആപ്പ് വരെ പറ്റിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഇഷ്യൂസായി. ആ ഗ്രൂപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. പുതിയ വരുന്ന ആൾക്കാർക്ക് അറിയില്ല, പഴയ നമ്മുടെ ചാനലിലുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം നോക്കി വെക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ അടുത്തൂടെ ആരും പോകരുത്. ഇതിൻ്റെ ആദ്യമേ ആ ഒരു മെയിൻ ഇൻ്റർഫേസ് എടുക്കുമ്പോൾ തന്നെ അവൈലബിൾ ക്രെഡിറ്റ് 12,200, ഇവിടെ ചിലപ്പോൾ 20,000 30,000 ഒക്കെ വരും. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്, ഓക്കെ നമുക്ക് എടുക്കാൻ കുഴപ്പമില്ലെന്ന് വിചാരിക്കും. ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോഴാണ്
വരുന്നതാണ് ഭീഷണി. പഴയ ആൾക്കാർക്ക് ഞാൻ പലരും പറയുന്നു, പഴയ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, പുതിയ ആൾക്കാർ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. ഇനിയിപ്പം ഇവർ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഡൗൺ ചെയ്യും, ഈ ഒരു ആപ്പ് ഡൗൺ ചെയ്യും, വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അറിയാമല്ലോ, നമ്മുടെ ഗവൺമെൻറ്റിനെയും സിസ്റ്റത്തിനെയും കുറ്റം പറയുന്നതല്ല, അവർക്കും ഇങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ ആ ഒരു കാര്യങ്ങളൊന്നും കാണില്ല, സമയങ്ങൾ കാണില്ലായിരിക്കാം. അതായിരിക്കാം മെയിൻ റീസൺ. 2-3 ആപ്പ് ഇപ്പോൾ തല പൊക്കിയിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്കിത് അറിയില്ല, നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതാണ് ന്യൂ ഇയർ ആയിട്ട് ട്രൂ ബാലൻസിൽ ഓഫർ വന്നിട്ടുണ്ട്, അധികം സിബിലൊന്നും നോക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വിശ്വാസമില്ല. അപ്പോൾ അത് നിങ്ങൾ ട്രൂ ബാലൻസിൽ നോക്കുക. സിബിൽ വളരെ ഇഷ്യൂസ് ഉള്ളവരല്ല, ഒരുവിധം ഒരു മീഡിയം സിബിലൊക്കെ ഉള്ളവർ നോക്കുക, കിട്ടുന്നോ ഇല്ലെന്ന് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഹോസ്പിറ്റൽ എമർജൻസി അങ്ങനെ എന്തെങ്കിലും എമർജൻസി കേസ് വരുമ്പോൾ മാത്രം എടുക്കുക. എന്നോട് 10-15 പേര് ഇങ്ങനെ പറഞ്ഞതാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ട്രൂ ബാലൻസിൽ എന്താ പറയുന്നത്, ന്യൂ ഇയറിൻ്റെ എന്തോ ഓഫറോ കാര്യങ്ങളാണ് തോന്നുന്നു, ഇങ്ങനെ വന്നിട്ടുണ്ട്, നമുക്ക് സിബിൽ കുറവായിരുന്നാലും നമുക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.